നമ്മുടെ ഇന്നത്തെ വീഡിയോ ഗൂഗിൾ പേയുമായി ബന്ധപ്പെട്ട കുറച്ച് ഫീച്ചേഴ്സുകളാണ്. വളരെ ഇൻട്രസ്റ്റിങ്ങും വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചറുകളാണ്. നമ്മളെല്ലാവരും ഗൂഗിൾ പേ, അതേപോലെ ഫോൺ പേ, പേടിഎം തുടങ്ങിയ ഓൺലൈൻ ട്രാൻസാക്ഷൻ ഉപയോഗിക്കുന്നവരാണ്. സുഹൃത്തുക്കളിൽ നിന്ന് പണം വാങ്ങുവാനോ, അതേപോലെ പണം ട്രാൻസ്ഫർ ചെയ്തു കൊടുക്കുവാനോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കടകളിൽ പോയി സാധനം വാങ്ങാനോ ഒക്കെയാണ് നമ്മൾ സാധാരണയായി ഗൂഗിൾ പേ ഉപയോഗിക്കാറുള്ളത്. എന്നാൽ നമ്മുടെ ഗൂഗിൾ പേയിൽ നമ്മളറിയാതെ കിടക്കുന്ന ഒട്ടേറെ ഫീച്ചറുകൾ ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. കൂടുതൽ ടെക്നോളജി പരമായ വീഡിയോകളൊക്കെ ഇനി വരുന്ന വീഡിയോകളിൽ ഉൾപ്പെടുത്തുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇനിയും പുതിയ പുതിയ വീഡിയോകൾ ഇടാൻ പറ്റുകയുള്ളൂ. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഗൂഗിൾ പേ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ഗൂഗിൾ പേയിൽ നമ്മൾ ഒന്നാമത് ചെക്ക് ചെയ്യുന്നത് നമ്മൾ ആരോടെങ്കിലും പണം ട്രാൻസ്ഫർ ചെയ്യാൻ ആവശ്യപ്പെടുന്നുണ്ട്. സാധാരണയായി നമ്മൾ അവർക്ക് QR കോഡ് അയച്ചു കൊടുക്കുകയാണ് ചെയ്യാറുള്ളത്, അല്ലെങ്കിൽ സ്കാൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാറുള്ളത്. അങ്ങനെ സ്കാൻ ചെയ്യുകയാണെങ്കിൽ അയാൾ പണം ട്രാൻസ്ഫർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ എത്രയാണോ അയാൾ അയച്ചു തരാനുള്ള സംഖ്യ, അത് നമുക്ക് തന്നെ ടൈപ്പ് ചെയ്തുകൊണ്ട് അയാൾക്ക് കൊടുക്കാൻ സാധിക്കും. ഉദാഹരണത്തിന്, നമ്മൾ ഏതെങ്കിലും ഷോപ്പിംഗ് മാളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ എമൗണ്ട് എത്രയാണോ അവരത് ടൈപ്പ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരും. നിങ്ങൾ ജസ്റ്റ് സ്കാൻ ചെയ്താൽ മതി. നിങ്ങൾക്ക് നിങ്ങളുടെ പേയ്മെൻറ്റ് എന്താണോ അത് അവിടെ സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നതാണ്. അവിടെ ജസ്റ്റ് ഓക്കെ കൊടുത്താൽ നിങ്ങൾക്ക് ആ പേയ്മെൻറ്റ് നടത്താൻ സാധിക്കും. പക്ഷേ അത് എങ്ങനെയാണ് നമ്മുടെ ഗൂഗിൾ പേയിൽ ചെയ്യുന്നത് എന്നതാണ് നോക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഇവിടെ കാണിച്ചു തരുമ്പോൾ മനസ്സിലാകും. ഗൂഗിൾ പേ ഓപ്പൺ ആക്കുമ്പോൾ ഏറ്റവും മുകളിലായിട്ട് കാണുന്ന പ്രൊഫൈൽ പിക്ചർ കാണും. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ പ്രൊഫൈൽ തന്നെ വീണ്ടും ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഇതുപോലെയുള്ള ഒരു QR കോഡ് ലഭിക്കും. ഈ QR കോഡ് നമുക്ക് ചില ആളുകളിലേക്ക് സ്കാൻ ചെയ്യാൻ കൊടുത്താൽ നമുക്ക് എത്രയാണ് എമൗണ്ട് എന്ന് പറയേണ്ടതായിട്ട് വരുന്നുണ്ട്. എന്നാൽ മാത്രമേ അവർക്ക് പേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ എമൗണ്ട് എത്രയാണെന്ന് പറയാതെ തന്നെ ആ എമൗണ്ട് ടൈപ്പ് ചെയ്തുകൊണ്ട് അയാൾക്ക് ഇതുപോലെ കാണിച്ചു കൊടുത്താൽ അവരത് സ്കാൻ ചെയ്യുമ്പോൾ തന്നെ എത്രയാണോ എമൗണ്ട് അത് അയാളുടെ സ്ക്രീനിൽ തെളിഞ്ഞു കാണുന്നതാണ്. അതിനുവേണ്ടി നമ്മൾ ഗൂഗിൾ പേയിൽ ഈ ഒരു ഭാഗം ഏറ്റവും മുകളിലായിട്ട് 3 ഡോട്ട് കാണുന്നതാണ്. ഇവിടെ സെറ്റ് എമൗണ്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ എമൗണ്ട് എന്നുള്ളൊരു ഓപ്ഷൻ കാണും, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഒരാളുടെ അടുത്ത് നിന്ന് 100 രൂപയാണ് ആവശ്യപ്പെടുന്നതെങ്കിൽ ആ 100 രൂപ ഇതുപോലെ ടൈപ്പ് ചെയ്ത് ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും UPI അഡ്രസ്സും തൊട്ടടുത്ത് 100 എന്നും കാണുന്നതാണ്. ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുകയോ ചെയ്താൽ അവർക്ക് പേ ചെയ്യാൻ വേണ്ടി സ്കാൻ ചെയ്യുമ്പോൾ തന്നെ ഈ QR കോഡ് അയാളുടെ മൊബൈൽ കാണിക്കുകയോ ചെയ്ത് എത്രയാണോ ഇവിടെ ടൈപ്പ് ചെയ്ത എമൗണ്ട് അത് അയാളുടെ സ്ക്രീനിൽ കാണിക്കുകയും അവർക്ക് ജസ്റ്റ് ഓക്കെ കൊടുക്കുമ്പോൾ തന്നെ പേയ്മെൻറ്റ് നടത്താവുന്നതുമാണ്. രണ്ടാമത്തെ ഫീച്ചേഴ്സ്, നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഇതുപോലെ ഒരുപാട് പേർക്ക് പണം ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടാകും. പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ട്രാൻസ്ഫർ ചെയ്ത് ഇവിടെ നിറഞ്ഞു കിടക്കുന്നത് കാണാൻ സാധിക്കുന്നതാണ്. ഇത് നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ തോന്നുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് തന്നെ ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. ചില സുഹൃത്തുക്കളൊക്കെ പറയാറുണ്ട്, അവരുടെ പ്രിയപ്പെട്ട ആളുകൾ ഇതുപോലെ പണം അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പണം വേറെ ആരും അറിയാതിരിക്കാൻ വേണ്ടി എങ്ങനെയാണ് ഗൂഗിൾ പേയിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളയുക എന്നുള്ളത്. ഇതുപോലെ കാണുന്ന നോട്ടിഫിക്കേഷനിൽ എങ്ങനെ ഡിലീറ്റ് ആക്കും? അതിന് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ മുകളിൽ കാണുന്ന പ്രൊഫൈൽ പിക്ചർ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് സെറ്റിംഗ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും.
ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്നുള്ള ഒരു ഓപ്ഷനും കൂടി കാണാം. ഏറ്റവും മുകളിലായിട്ട് ഡാറ്റ ആൻഡ് പേഴ്സണലൈസേഷൻ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. എന്നത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഗൂഗിൾ അക്കൗണ്ട് എന്ന ഓപ്ഷൻ കാണും. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ജിമെയിൽ അക്കൗണ്ടിലെ മൈ ആക്ടിവിറ്റി കാണാൻ സാധിക്കും. താഴെ ഭാഗത്ത് നോക്കിയാൽ ഇവിടെ 2800, 1000 ഇങ്ങനെ ഇങ്ങോട്ട് അയച്ചതും അങ്ങോട്ട് അയച്ചതും പ്രത്യേകം കാണാൻ സാധിക്കുന്നതാണ്. ഏത് അക്കൗണ്ടാണ് ഡിലീറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എല്ലാം ഡിലീറ്റ് ചെയ്യണോ എന്നുണ്ടെങ്കിലും നമുക്ക് ഓരോന്നിനും നേരെ കാണുന്ന ഇൻഡു ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതിയാവുന്നതാണ്. ഇവിടെ എൻഡിലായിട്ട് കാണുന്ന ഇൻഡു ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതിയാവുന്നതാണ്. ഇൻഡു ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഡിലീറ്റ് എന്നൊരു ഓപ്ഷൻ വരും. അവിടെ ഡിലീറ്റ് ഓക്കെ കൊടുക്കുക. ജസ്റ്റ് ഓരോന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഡിലീറ്റ് ആയി പോകുന്നതായിട്ട് നമുക്ക് കാണുന്നതാണ്. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇത്തരത്തിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ അയച്ചു തന്ന ഇതുപോലുള്ള ട്രാൻസ്ഫറുകൾ ഡിലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. മൂന്നാമത്തെ ഫീച്ചർ എന്താണെന്ന് നോക്കാം. നമ്മുടെ ഗൂഗിൾ പേയിൽ ഏറ്റവും മുകളിലുള്ള നമ്മുടെ പ്രൊഫൈൽ പിക്ചർ കാണും. അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. സെറ്റിങ്സ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പേഴ്സണൽ ഇൻഫോ എന്നുള്ളൊരു ഓപ്ഷൻസ് ഉണ്ടാവും. പല സുഹൃത്തുക്കളും പറയാറുണ്ട് നമ്മുടെ ഫോട്ടോ ഗൂഗിൾ പേയിൽ നിന്നും മാറ്റാൻ പറ്റുമോ എന്നുള്ളത്. അതിനുവേണ്ടി ഈ ഭാഗത്ത് നമ്മുടെ ഫോട്ടോന് മുകളിൽ ഒരു പെൻ ഐക്കൺ കാണും. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ ടേക്ക് ഫോട്ടോ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. ടേക്ക് ഫോട്ടോ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് ക്യാമറ ഓപ്പൺ ആയി ഇൻസ്റ്റൻ്റ് ആയിട്ട് ഫോട്ടോ എടുത്ത് അതിൽ അപ്ഡേറ്റ് ആകുന്നതാണ്. എന്നാൽ ചൂസ് ഫ്രം ഫോൺ എന്നുള്ളതാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഗാലറി ഓപ്പൺ ആകും. ഗാലറിയിൽ നിന്ന് ഒരു ഫോട്ടോ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് ഇതിനകത്തെ പ്രൊഫൈൽ പിക്ചറായി കൊടുക്കാവുന്നതാണ്. അങ്ങനെ നിങ്ങൾക്ക് പ്രൊഫൈൽ പിക്ചർ മാറ്റാനും സാധിക്കുന്നതാണ്. ഇത്രയും ഫീച്ചറുകളാണ് ഗൂഗിൾ പേൻ്റെ അകത്ത് പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ഇതിനകത്തുള്ള ഈ ഫീച്ചറുകളൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യുക. അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യുക. വ്യത്യസ്തമായ അറിവുകളുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.